വാർത്തകൾ തുടരുന്നു. പാലക്കാട് ചിറ്റില്ലാഞ്ചേരിയിൽ മീൻ പിടിക്കുന്നതിനിടെ ഷോക്കേറ്റ് യുവാവ് മരിച്ചു. വണ്ടാഴി സ്വദേശി സതീഷാണ് മരിച്ചത്. ഇലക്ട്രിക് ലൈനിൽ നിന്നും വൈദ്യുതി ഉപയോഗിച്ച് മീൻ പിടിക്കുന്നതിനിടെയാണ് അപകടം. സംഭവത്തിൽ 2 സുഹൃത്തുക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിജീഷ്, വിശ്വനാഥ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് പോലീസ് കേസെടുത്തു. ഇടുക്കി കൊന്നത്തടി കൊമ്പടിഞ്ഞാലിൽ ഒരു കുടുംബത്തിലെ 4 പേർ വീടിന് തീ പിടിച്ച് മരിച്ച സംഭവത്തിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. ലോക്കൽ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന ജനകീയ സമിതിയുടെ പരാതിയെ തുടർന്നാണ് നടപടി. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ജോയ് മാത്തുവിനാണ് അന്വേഷണ ചുമതല. കഴിഞ്ഞ മെയ് 9 കൊന്നത്തടി കൊമ്പൊടിങ്ങാലിൽ തെള്ളിപ്പടവിൽ പരേതനായ അനീഷിന്റെ ഭാര്യ ശുഭ, മക്കളായ അഭിനന്ദ്, അഭിനവ്, ശുഭയുടെ മാതാവ് പൊന്നമ്മ എന്നിവരെ വീടിനുള്ളിൽ വെന്തുമരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിന് തീപിടിച്ചുണ്ടായ ദുരന്തത്തിൽ ദുരൂഹതയുണ്ടെന്ന സംശയം മരിച്ച ശുഭയുടെ ബന്ധുക്കളടക്കം ജനകീയ സമിതിയും മുമ്പോട്ട് വെക്കുന്നുണ്ട്. എന്നാൽ സംഭവം നടന്ന് 9 മാസം പിന്നിടുമ്പോഴും അന്വേഷണം എങ്ങുമെത്തിയില്ലെന്നാണ് ജനകീയ സമിതിയുടെ ആരോപണം. ഈ സാഹചര്യത്തിലാണ് കേസിന്റെ തുടരന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടത്. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യുവിന്റേതാണ് ഉത്തരവ്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ജോയി മാത്യുവിനാണ് അന്വേഷണ ചുമതല. 4 പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തമുണ്ടായതെങ്ങനെ, ഒരു മൃതദേഹം ഒഴികെ മറ്റ് മൃതദേഹങ്ങൾ പൂർണ്ണമായി തന്നെ കത്തിച്ചാമ്പലായതെങ്ങനെ തുടങ്ങി വിവിധ സംശയങ്ങൾ ജനകീയ സമിതി മുമ്പോട്ട് വയ്ക്കുന്നു. ഒപ്പം സംഭവത്തിൽ മറ്റ് ചില ദുരൂഹതകൾ ഉള്ളതായും ജനകീയ സമിതി ആരോപിക്കുന്നു. ഇക്കാര്യങ്ങളിലൊക്കെയും വസ്തുതാപരമായ അന്വേഷണം വേണമെന്നാണ് ജനകീയ സമിതിയുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. 11-കാരിയായ മകളുടെ മുന്നിൽ യുവതിയെ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയ കൊന്ന കേസിൽ അമ്മയ്ക്കും മകനും ജീവപര്യന്തം തടവും പിഴയും. തിരുവനന്തപുരം അപ്പുപ്പൻപാറ സ്വദേശി സിന്ധുവിനെ കൊന്ന കേസിൽ പാങ്ങോട് സ്വദേശിനി റാഹില ബീവിയും മകൻ സാഗറിനുമാണ് നെടുമങ്ങാട് SC/ST കോടതി ശിക്ഷ വിധിച്ചത്. 2016 ഡിസംബർ 9 കേസിന് ആസ്പദമായ സംഭവം. ഭർത്താവായ സാജന്റെ ക്ഷണപ്രകാരമാണ് 11 വയസ്സുള്ള തന്റെ മകളെയും കൂട്ടി സിന്ധു സാജന്റെ വീട്ടിലേക്ക് എത്തിയത്. തുടർന്ന് വീട്ടുമുറ്റത്ത് വെച്ച് സാജന്റെ മാതാവ് റാഹില ബീവിയും സഹോദരൻ സാഗറും ചേർന്ന് മണ്ണെണ്ണ ഒഴിക്കുകയായിരുന്നു. കയ്യിൽ കരുതിയിരുന്ന തീപ്പെട്ടി കത്തിച്ച് സാഗർ സിന്ധുവിന്റെ ദേഹത്തെറിഞ്ഞു. സിന്ധുവിനെ 11 വയസ്സുകാരി മകൾ നോക്കി നിൽക്കുകയായിരുന്നു ആക്രമണം. പരിസരവാസികളായ ദൃക്സാക്ഷികളും സിന്ധുവിന്റെ മകളുമായിരുന്നു കേസിലെ സാക്ഷികൾ. മകൾ ഒഴിച്ചുള്ള സാക്ഷികളൊക്കെ പിന്നീട് കൂറുമാറിയെങ്കിലും മകളുടെ മൊഴി കേസിൽ നിർണായകമായി. തുടർന്നാണ് പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിച്ചത്. ആലപ്പുഴ അരൂരിൽ വ്യായാമം ചെയ്യുന്ന ഡമ്പൽ കൊണ്ട് തലയ്ക്കടിച്ച് അമ്മുമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ ചെറുമകന് 9 വർഷം തടവും പിഴയും. അരൂർ സ്വദേശി അനന്തുവിനെയാണ് ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. പട്ടണക്കാട് സ്വദേശി ശാന്തയാണ് 2019 ജൂൺ 9 രാത്രി കൊല്ലപ്പെട്ടത്. ശാന്തയുടെ മൂത്ത മകൻ ഷീലയുടെ മകനാണ് അനന്തു. മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്ന ഇയാൾ പുല്ലുവെട്ടി വിറ്റ് ജീവിച്ചിരുന്ന അമ്മുമ്മയോട് ലഹരിക്കായി പണം ആവശ്യപ്പെട്ടെങ്കിലും നൽകാത്തതിന്റെ പേരിൽ പ്രകോപിതനായി കൊലപ്പെടുത്തി എന്നായിരുന്നു കേസ്. കൊലപാതകത്തിന് ശേഷം അനന്തു പട്ടണക്കാട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. മദ്യം വാങ്ങാൻ പണം നൽകാതിരുന്ന ഭാര്യയുടെ കൈ ഭർത്താവ് തല്ലിയൊടിച്ചു. ഇടുക്കി ചതുരംഗപ്പാറയിലാണ് സംഭവം. ഭർത്താവ് അറസ്റ്റിൽ. തമിഴ്നാട് തേവാരം സ്വദേശിയായ മാരിയപ്പനെയാണ് ഉടുമ്പൻചോല പോലീസ് പിടികൂടിയത്. ചതുരംഗപ്പാറ ഭാഗത്ത് താമസിക്കുന്ന എസ്റ്റേറ്റ് തൊഴിലാളിയായ യുവതിയുടെ കൈയാണ് ഭർത്താവ് വിറക് കമ്പുകൊണ്ട് തല്ലിയൊടിച്ചത്. മദ്യം വാങ്ങാൻ പണം നൽകാതിരുന്നതിനെ തുടർന്നായിരുന്നു ആക്രമണം. നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മലപ്പുറം പൊന്നാനിയിൽ കാർ ഇടിച്ച് തമിഴ്നാട് സ്വദേശിക്ക് ദാരുണാന്ത്യം. തമിഴ്നാട് കുംഭകോണം സ്വദേശി ഇളയരാജയാണ് മരിച്ചത്. ഇളയരാജയെ പൊന്നാനി ലൈഫ് കെയർ ആംബുലൻസ് പ്രവർത്തകർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. അപകടത്തെ തുടർന്ന് നിർത്താതെ പോയ കാർ മറ്റൊരു സ്ത്രീയെയും ഇടിച്ച് പരിക്കേൽപ്പിച്ചു. പരിക്കേറ്റ സ്ത്രീയെ പൊന്നാനി ബെൻസി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് നാട്ടുകാർ കാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ഉത്തർപ്രദേശിൽ 33 കുട്ടികളെ ക്രൂരമായ ലൈംഗിക പീഡനത്തിനിരയാക്കി ദൃശ്യങ്ങൾ ഡാർക്ക് വെബ് വഴി 47 രാജ്യങ്ങളിൽ വിൽപ്പന നടത്തിയ കേസിൽ ദമ്പതിമാർക്ക് വധശിക്ഷ. ഉത്തർപ്രദേശ് ബന്ദയിലെ രാംഭവൻ, ഭാര്യ ദുർഗാവതി എന്നിവരെയാണ് പ്രത്യേക പോക്സോ കോടതി ശിക്ഷിച്ചത്. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് വിശേഷിപ്പിച്ചാണ് വിധി. വധശിക്ഷയ്ക്ക് പുറമെ അതിജീവിച്ച ഓരോ കുട്ടിക്കും 10 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകാൻ കോടതി സംസ്ഥാന സർക്കാരിനോട് ഉത്തരവിട്ടു. പ്രതികളുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്ത തുക ഇരകൾക്ക് തുല്യമായി വിധിച്ച് നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. 2010-2020 കാലഘട്ടത്തിൽ 3 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളെ പ്രതികൾ പീഡനത്തിനിരയാക്കുകയായിരുന്നു. ഓൺലൈൻ വീഡിയോ ഗെയിമുകളും പണവും സമ്മാനങ്ങളും നൽകി പ്രലോഭിപ്പിച്ചാണ് രാംഭവൻ കുട്ടികളെ പീഡിപ്പിച്ചത്. 2020 കേസ് CBI ഏറ്റെടുത്തത്.
ഇടുക്കി അടിമാലി കല്ലാർ വട്ടിയാർ ഭാഗത്ത് 1 കിലോയിലധികം കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. കുരിശുപാറ സ്വദേശി രാജേഷ് മാരിയപ്പനാണ് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിലായത്. കഞ്ചാവ് സ്കൂട്ടറിൽ വിൽപ്പന നടത്തുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. ഇയാളുടെ പക്കൽ നിന്നും 1 കിലോ 450 ഗ്രാം ഉണക്ക കഞ്ചാവും വിൽപ്പനയ്ക്ക് ഉപയോഗിച്ച സ്കൂട്ടറും പിടിച്ചെടുത്തു. അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് എക്സൈസ് ഇൻസ്പെക്ടർ രാഹുൽ ശശിയും സംഘവും ചേർന്ന് പ്രദേശത്ത് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. തിരുവനന്തപുരം ആര്യനാട് നഴ്സിംഗ് സീറ്റ് വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ യുവതി പിടിയിൽ. പേട്ട സ്വദേശി ബീനയാണ് പിടിയിലായത്. പാറശാലയിലുള്ള നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ വാഗ്ദാനം ചെയ്ത് പരാതിക്കാരിൽ നിന്നും 2 ലക്ഷത്തോളം രൂപ ബീന തട്ടിയെടുത്തിരുന്നു. പണം കൈപ്പറ്റിയ ശേഷം അഡ്മിഷൻ വാങ്ങി നൽകുകയോ പണം തിരികെ നൽകുകയോ ചെയ്തിട്ടില്ല. കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി സമാനമായ നിരവധി സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ പ്രതിയാണ് ബീന.